എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റും ടേസ്റ്റുമായ പുട്ടിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ തയ്യാറാക്കിയ ഈ പുട്ടുപൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3/4 കപ്പ് വീതം പുഴുങ്ങലരിയും പച്ചരിയും എടുത്തിട്ടുണ്ട്. ഏതുതരം പച്ചരിയും പുഴുങ്ങലരിയും ഇതിനായി എടുക്കാം. കുതിർക്കാനായി പാത്രത്തിലേക്ക് ഇടാം. അഞ്ചാറ് പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത് 3 മണിക്കൂർ കുതിരാനായി വയ്ക്കാം. അരി കുതിരാനിട്ടിട്ടിപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. വെള്ളം ഊറ്റിയെടുത്ത് നന്നായി ഡ്രൈ ചെയ്തെടുക്കാം. വെള്ളം നന്നായി ഊറ്റിക്കിട്ടാനായി അരമണിക്കൂർ ഇതുപോലെ തന്നെ വയ്ക്കാം. അരി നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. പൊടിച്ചെടുക്കാം. 2 പ്രാവശ്യമായി പൊടിച്ചെടുക്കാം. പൾസ് മോഡിൽ 3-4 പ്രാവശ്യം കറക്കിയെടുക്കാം. ഇല്ലെങ്കിൽ പച്ചരി കൂടുതൽ പൊടിഞ്ഞു പോകും. പച്ചരി പെട്ടെന്ന് പൊടിയും. ഇത് തരിച്ചെടുത്ത ശേഷം അടുത്തത് പൊടിക്കാം. തരിയോട് കൂടിയാണ് പുട്ടുപൊടി വേണ്ടത്. അതുകൊണ്ട് കുറച്ച് വലിയ ഹോളുള്ള അരിപ്പ എടുക്കാം. പച്ചരി തരികളായി തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. 2 പ്രാവശ്യം കൂടി പൾസ് മോഡിൽ കറക്കിയെടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റവയുടെ സൈസിലുള്ള തരികൾ കിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതും അതുപോലെ പൊടിച്ചെടുക്കാം. പൾസ് മോഡിൽ 3 പ്രാവശ്യം കറക്കിയതാണ്. ഇനി ഇതുകൂടി അരിച്ചെടുക്കാം. ഇനി ഇതൊന്നും കൂടി പൊടിച്ചെടുത്താൽ മതിയാകും. ബാക്കിയുള്ള ചെറിയ അരികളെല്ലാം നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ പൊടിയിലേക്ക് ഇടാം. പുട്ടിൻ്റെ തരിയുടെ വലിപ്പം തന്നെ ഉള്ളൂ ഇതിന്. ബാക്കിയുള്ള അരിയും ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായ പുട്ടുപൊടിയാണ്. ഇത് തരിക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി പൊടി നന്നായി ഒന്ന് വറുത്തെടുക്കാം. പകുതി പൊടി വറുത്തെടുക്കാം. പൊടിയൊന്ന് ചൂടാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. പൊടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. പൊടി വറുത്തെടുക്കാൻ ഏകദേശം 4-5 മിനിറ്റോളം ആകും. നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരണം. അപ്പോഴാണ് ആ പുട്ടിന് നല്ലൊരു രുചിയും മണവും ഉണ്ടാകും. കൂടുതൽ ദിവസം എടുത്തു വെക്കാനാണെങ്കിൽ നന്നായി വറുത്തെടുക്കണം. അല്ലെങ്കിൽ 5 മിനിറ്റ് വറുത്തെടുത്താൽ മതി. പൊടി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരുന്നുണ്ട്. തണുക്കാനായി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം. പാൻ നല്ല ചൂടായതുകൊണ്ട് ഈ പൊടി കുറച്ചുകൂടി പെട്ടെന്നായി കിട്ടും.
പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം. ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഒരു കപ്പ് പുട്ടുപൊടിക്ക് അരക്കപ്പ് വെള്ളം മതിയാകും. കുറേശ്ശെ വെള്ളം തളിച്ച് വേണം കുഴച്ചെടുക്കാൻ. കൂടുതലായി കഴിഞ്ഞാൽ കട്ടയായി മാറും. ഇനിയും വെള്ളം വേണ്ടി വരും. പൊടിയിലേക്ക് വെള്ളം നന്നായി അബ്സോർബ് ആവും. അതിനുശേഷം ഇനി ഒഴിക്കാം. 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. വെള്ളമൊക്കെ നന്നായി അബ്സോർബ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇത്രയും മതി. കട്ടകളെല്ലാം കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൾസ് മോഡിലൊന്ന് കറക്കിയാൽ മതി. പൊടി റെഡി ആയിട്ടുണ്ട്. പുട്ടുണ്ടാക്കിയെടുക്കാം. 3 ചെറിയ പീസുകളായാണ് ഉണ്ടാക്കുന്നത്. പുട്ടിൻ്റെ പാത്രത്തിൽ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം പുട്ട് വെച്ചാൽ മതി. 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും വളരെ ടേസ്റ്റുമായ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ടുപൊടി ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കും.